ഫുള്ളിതാ. ആ ആ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ ആയിട്ട് വന്നത് എന്താണെന്ന് വെച്ചാൽ റോവൽ എപ്പോഴും ക്ലാസ്സിൽ പോകലില്ല എന്നുള്ള കാര്യങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഞാൻ തന്നെയാണ് ഇവനെ എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ച് കൊടുക്കാറുള്ളത്. വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഇവനാണെങ്കിൽ കളിക്കാൻ ഫ്രണ്ട്സും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഇപ്പം നിൽക്കുന്ന സ്ഥലത്താണെങ്കിൽ നമുക്ക് ഇവിടെ പരിചയമുള്ള ആൾക്കാരൊന്നുമില്ല. ഉണ്ടെങ്കിൽ തന്നെയും പിന്നെ കളിക്കാൻ പറ്റില്ല, അവരോട് കളിക്കാൻ പറ്റൂലല്ലോ. കാരണം അവരൊക്കെ സ്കൂളിൽ പോകുന്ന ടൈമും കാര്യങ്ങളാണ്. അപ്പോൾ ഇവന് വീട്ടിൽ തന്നെയാണ് എപ്പോഴും കളിക്കാറൊക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ വല്ലപ്പോഴും ഞാനിങ്ങനെ ഇവനെ പഠിക്കാൻ വിളിച്ചാൽ എനിക്ക് മടിയാണ്, ഫുള്ള് കരച്ചിലാണ്. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അറിയുന്ന തരത്തിൽ, അതായത് ഞാൻ വീട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ചു കൊടുക്കും. അപ്പം പഠിക്കാൻ വിളിച്ചാൽ പിന്നെ ഇവനെ കരഞ്ഞ് ഭയങ്കര കരച്ചിലും പിന്നെ സെൻറ്റിയും കാര്യങ്ങളൊക്കെ ആണ്. പിന്നെ വീട്ടിലിങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ എന്തെങ്കിലും പണിയൊക്കെ ഒപ്പിച്ചെക്കും. അവനക്ക് കളിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് അവൻ്റേതായ രീതിയിൽ അവൻ എന്തെങ്കിലും കളിച്ച് കൂട്ടി വെക്കും. അപ്പോൾ ഞാൻ റോവല് ചെയ്ത് വെച്ചൊരു പണി നിങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് തോന്നി. അപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാ റോവലൊന്ന് പോയി നോക്കാം, കാണിച്ചു തരാം. റൂമാക്കി വെച്ചത് നിങ്ങൾ കാണേണ്ടതാട്ടോ. കണ്ടില്ലേ റൂമിൻ്റെ ഒരു അവസ്ഥ? റൂം ഇങ്ങനെ കാക്കി വെച്ചിട്ടുണ്ട്. എപ്പോഴുള്ള പണിയാട്ടോ, എന്തൊക്കെ കൊണ്ടുവരാൻ പറ്റുമോ. അവിടെ കോഫി പൗഡർ വരെ എത്തിച്ചിട്ടുണ്ട്. റോവൽ ഇതെന്താ റോവലെ? റൂം എന്താക്കിയതാ റോവലെ? റോവലെ ഇതെന്താ റൂം എന്താക്കിയതാ പറ റോവൽ. ഇതാ നിന്നെ കാണുന്നുണ്ട് കേട്ടോ, അതില് ഫോണിൽ കാണുന്നുണ്ട് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കാണേ. ഇതാ കാണുന്നുണ്ടോ? റോവലിനെ കാണുന്നുണ്ടോ ഗൈസ്? കാണുന്നുണ്ടോ? എന്താ ഞാൻ വീഡിയോ എടുക്കല്ലേ? ആ വാങ്ങിക്കാം. പക്ഷെ ഇതെന്താ ചെയ്തേ? ഇത് യാമിൻ്റെ ഡയപ്പറൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. പിന്നെതാ കുറേ സാധനങ്ങൾ. എന്തൊക്കെ ഇവിടെ ഇങ്ങനെ ഒന്നല്ല, ഇതിൽ കൂടുതൽ എപ്പോഴും ഈ റൂം നോക്കിയാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. എപ്പോഴും ഇങ്ങനെയാണ് ചെയ്ത് വെക്കൽ. റോവൽ ഇതെന്തൊക്കെയാണെന്നൊന്ന് കാണിച്ചു കൊടുക്കേ, അല്ല എന്തൊക്കെയാന്ന് പറഞ്ഞു കൊടുക്കേ, പറഞ്ഞു കൊടുക്കേ. ഏത് ഗെയിമാ? ആ പക്ഷെ ഗെയിം അവിടെ വെക്ക്, ഗെയിം അവിടെ വെക്ക്. എന്നാ ബാഡ് ബോയ് ആന്ന് പറയൂ കേട്ടോ എല്ലാവരും. പക്ഷെ ഇത് പരിചയപ്പെടുത്തി കൊടുക്കുക, എന്തൊക്കെയാ ഉള്ളതെന്നൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുക. അപ്പം ഇതെന്തൊക്കെയാ ഉള്ളതെന്നൊന്ന് കാണിച്ചു കൊടുക്കുക. റോവൽ ഇതെന്താ സെറ്റ് ചെയ്ത്? ഇതെന്തിനാ ഇങ്ങനെയൊക്കെ ഓരോന്നെടുത്ത് വെച്ചത് ഇവിടെ ഫുള്ളായിട്ട് ഇങ്ങനെ? എന്തിനാ വെച്ചേ? ഇവനെപ്പോഴും ഇങ്ങനെ ചെയ്യല്. ഇതൊക്കെ എന്താ പറയ്? ഞാൻ ഫോൺ വാങ്ങി വെച്ചതിൻ്റെ കളിപ്പിലാണ് ഗൈസ്. കളിപ്പാ നമുക്ക് പഠിക്കണ്ടേ? റോവൽ പഠിക്കാൻ ഇഷ്ടാ ഗൈസ്. റോവല് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. റോവൽ പഠിക്കാനൊക്കെ വരും, വിളിച്ചാലൊക്കെ വേഗം വരും അല്ലേ? എന്നാ വാ പഠിക്കാം. ഹലോ വേഗം വാ പഠിക്കാം. ഹലോ ഹലോ പഠിക്കണ്ടേ? അതാ പോകുന്ന എവിടെ പോവാ? ഫോൺ കൊടുത്ത് ഏയ് സ്റ്റോപ്പ്. എവിടെ പഠിക്കാൻ പോവാ? വാ, ഞാൻ പുസ്തകമെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. വാ വേണം. അപ്പൊ ദാ നമ്മളിന്ന് പീടിയപ്പ പൂട്ടിണ്ടാവും. ബാങ്ക് കൊടുത്ത് ഇതൊക്കെ പോവല്ല. ഞാൻ പുസ്തകമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്.
വാ. വാ. നോ. പോയിട്ട് ബുക്കെല്ലാം എടുത്തിട്ട് വേഗം വാ. റോവല് നല്ലോണം ദേശീയഗാനം ചൊല്ലിയേ. ജനഗണ അറിയോ? എന്നാ ഒന്ന് ചൊല്ലി കാണിച്ചു കൊടുക്ക്. കഴിഞ്ഞ് ഇതെന്താ നമ്മള് എപ്പോഴും ഇംഗ്ലീഷല്ല പഠിക്കല്. ഇന്ന് മലയാളം പഠിച്ചാലോ? മലയാള അക്ഷരങ്ങളൊന്നും അറിയില്ലാലോ. അതിനി വൈകുന്നേരമാണ്. 4 മണിക്കേ പീടിയ തുറക്കുള്ളൂ. ഇപ്പൊ സമയം 2:15 വാ പുസ്തകം എടുക്ക്. ഞാൻ പുസ്തകം എടുത്തിട്ട് വേഗം വരെ. ഇവിടെ ഇരിക്കണ. ഞാൻ പുസ്തകം എടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാം. ഞാൻ കൊണ്ടുവരും. അയ്യടാ അയ്യടാ അയ്യ. ചിരിക്കുന്നേ? ചിരിക്കാണ് റോവല്. ചിരിക്കുന്നു ചിരിക്കുന്നു. കണ്ണെന്ന് വെള്ളം വരുന്നില്ല. നോക്കട്ടെ, കണ്ണെന്ന് വെള്ളം വരുന്നു. അപ്പൊ ഞാന് പുസ്തകം എടുക്കാൻ വന്നു. എനിക്ക് പുസ്തകം എടുക്കണം. ഇല്ല, ഞാന് ഇതൊക്കെ റോവലിന് പഠിപ്പിച്ചു കൊടുത്തോ. ടേം 1, 2 2 ബുക്സ് ഞാൻ പഠിപ്പിച്ചു കൊടുത്ത്. നീ 2 ബുക്സ് കൂടി ഉണ്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. മലയാളം തീരെ ഈ ബുക്സ് തീരെ കഴിച്ചില്ല. ഇത് കുറച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ സ്പെല്ലിംഗ് ഒക്കെ എനിക്ക് നല്ലോണം അറിയാം. ഇംഗ്ലീഷൊക്കെ ഓൻ പഠിച്ചിട്ടുണ്ട്. പക്ഷേ മലയാളം അറിയില്ല. മലയാളമൊക്കെ കുറച്ച് അക്ഷരങ്ങൾ അറിയുള്ളൂ. ഞാൻ പിന്നെ ഈ ബുക്സ് ഫസ്റ്റ് ഫുള്ള് പഠിപ്പിച്ചിട്ട് മലയാളത്തിലേക്ക് വരാമെന്ന് വിചാരിച്ച്. അപ്പോൾ കുറച്ചൊക്കെ അറിയാം. മറന്നു പോയിട്ടുണ്ടാവും. ഈ മലയാളം കുറേ ആയി ഇതാക്കാത്ത. അപ്പോൾ മലയാളം ഒന്ന് നോക്കാം. അപ്പോൾ റോവൽ പഠിച്ചതൊക്കെ റോവൽ നിങ്ങൾക്ക് കാണിച്ചു തരും അല്ലേ? ഇല്ലേ റോവൽ? റോവൽ വാ കാണിച്ചു കൊടുക്കാം നമുക്ക്. റോവൽ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് കാണിച്ചു കൊടുക്കാം. ബുക്സ് എടുത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് കരച്ചിലൊക്കെ ഉണ്ടാവും. പിന്നെ അങ്ങ് റെഡിയാവും. കുറച്ചൊരു ഇതാണ്. അങ്ങനല്ലല്ലോ. നിനക്ക് മലയാള അക്ഷരം അറിയോ? ആദ്യം അറിയാം. പിന്നെ റോവൽ ഡ്രോപ്സ് ഓഫ് വാട്ടർ സോങ് അറിയില്ലേ? അതൊന്നും പാടിക്കൊടുക്ക്. തന്നെ അറിയാം. ഡ്രോപ്സ് ഓഫ് വാട്ടർ ഫോളിങ് ഡൗൺ. അപ്പൊ ബാക്കി പഠിക്കാം. നമ്മള് പുതിയ സ്കൂളിലല്ലേ ചേരാൻ പോകുന്ന. അപ്പോ 2 ബുക്സ്
ഇവൻക്ക് 3 ബുക്സ് ഉണ്ട് ഈ ഇംഗ്ലീഷിൻ്റെതായിട്ട്. അപ്പോൾ ഇതിൽ ടേം 1 ഞാൻ പഠിപ്പിച്ചു കഴിഞ്ഞ്, പിന്നെ ടേം 2 പഠിപ്പിച്ചു കഴിഞ്ഞ്, പിന്നെ ടേം 3 ഫുള്ള് കവർ ചെയ്യാണ്ട്, പിന്നെ മലയാളം ബുക്സും കൂടി ഉണ്ട് പഠിപ്പിച്ചെടുക്കാൻ. ട്രെയിനോ ഇതെന്താ ചിത്രം എന്താ ഇതിൽ വായിച്ചു നോക്കട്ടെ. അടുക്ക് ഇതാ കുറേ വാഹനങ്ങൾ, ഇവയുടെ പേരുകൾ കുട്ടികൾ തന്നെ പറയട്ടെ. കരയിൽ ഓടുന്ന വാഹനങ്ങളും വെള്ളത്തിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങളും ആകാശത്ത് സഞ്ചരിക്കുന്ന വാഹനങ്ങളും പ്രത്യേകം മനസ്സിലാക്കി കൊടുക്കണം. ഇതിലുള്ള വാഹനങ്ങളെ പേര് റോവലിന് അറിയോ? വണ്ടികളെ പേര് അറിയോ? അറിയുന്ന വണ്ടികൾ പറഞ്ഞ ഓ ഓക്കെ. പിന്നെ ഇത് സൈക്കിള്, ഇത് ലോറി, ഇത് കാറ്, ഇത് ബസ്, ഇത് ട്രെയിന്, ഇത് ബോട്ട്. അമ്മ ചെയ്യ ബോട്ടിൽ പോണേ. ഇത് ബോട്ട്, ഇത് ഓട്ടോറിക്ഷ, ഇത് സൈക്കിള്, ഇത് 2 സൈക്കിൾ. ഇത് പറഞ്ഞില്ലല്ലോ. ഇത് തോണി, ഇത് ഫ്ലൈറ്റ്, ബസ്, വിമാനം. മലയാളത്തിൽ പറ വിമാനം. ഫ്ലൈറ്റിന് മലയാളത്തിൽ കുതിരവണ്ടി. എനിക്കറിയാലേ, ഇതിന്റെ പേര് എനിക്കറിയില്ല. ഇത് ഉന്തുവണ്ടിയാന്ന് തോന്നുന്നു. ഉന്തിക്കൊണ്ടുവന്നൊരു വണ്ടി. കാളവണ്ടി. അപ്പല്ലേ ഇതിലുള്ള അങ്ങനല്ല, വെറുതെ ഇങ്ങനെ വരയരുത്. ഇതില് ഫസ്റ്റ് റോഡുമ്മ കൂടി പോകുന്ന വണ്ടികൾ ഒന്ന് സർക്കിൾ ചെയ്യ്. റൗണ്ട് ഇട്, വട്ടം. റോഡുമ്മ കൂടി പോകുന്നത് പിന്നെ ഏതാ? ആകാശത്തൂടെ ഇപ്പൊ നമ്മളെ യാമി ഉണ്ട് വരുന്നുണ്ട്, കരഞ്ഞോണ്ട് വരുന്നുണ്ട്. വാ. പിന്നെ യാമി എപ്പോഴും പഠിക്കാൻ വരും. ഇപ്പൊ യാമി ഇതാ കളറടിക്കാൻ വന്നിട്ടുണ്ട്. യാമി കുറേയൊക്കെ റോവലിന്റെ ബുക്സ് ഒക്കെ കീറിയിട്ടുണ്ട്. യാമി എപ്പോഴും ഇങ്ങനെ വരും. അത് മയച്ചാ എന്നിട്ട് കളർ കൊണ്ട് റൗണ്ട് ചെയ്യാം, എന്നാലാ മനസ്സിലാവുള്ളൂ. സെപ്പറേറ്റ് ആയിട്ട് വേറെ വേറെ കളർ ചെയ്യാം. യാമി അവൻ്റെ ബുക്കിൽ കയറിയിരിക്കുക. അപ്പോൾ കരയിലൂടെ അതെന്താ വെള്ളത്തിൽ കൂടെ പോകുന്നതല്ലേ? എന്നാൽ വെള്ളത്തിൽ കൂടെ പോകുന്ന വാഹനത്തിന് മാത്രം ഗ്രീൻ കൊണ്ട് റൗണ്ട് ഇട്. ഇനി എന്താ വെള്ളത്തിൽ കൂടെ പോകുന്നത്? ഓക്കെ. പിന്നെ ഇനി വെള്ളത്തിൽ കൂടെ പോകുന്ന എന്തുണ്ടോ? ഇല്ല. അപ്പൊ ആ കളറ് എന്ത്? ബ്ലാക്ക് എടുക്കാം. അമ്മോ ബുക്കെല്ലാം കീറി.
ഇനി ഓട്ടോ ഓട്ടോ റോഡുമ്മ കൂടെ പോകുന്നതിനാണ് റൗണ്ട്. കരയിലൂടെ പോകുന്നതാണ് റോഡുമ്മ കൂടെ പോകുന്നത്. മെല്ലെ റൗണ്ട് ഇടേ. ഇതാണ്. ഇനി ഏതൊക്കെ റോഡും? നോക്കട്ടെ. ഇതാ ഇത്. യാമി. ഇതാ കളിക്കുന്നേ. ഹലോ. ഓക്കെ ഓക്കെ. ഇതുണ്ടല്ലേ. പിന്നെ ഇതാളല്ലേ സാധനം കൊണ്ടുള്ളതാണ്. ഇതും കൂടിയുണ്ട്. അവിടെ നിന്നെല്ലാം കൂടി ഇവിടെ എത്തി. ഇതുണ്ടല്ലേ. ഇതുണ്ട്. ട്രെയിന്, തീവണ്ടി, സൈക്കിളുണ്ടല്ലോ. ഓക്കെ. അപ്പോൾ ആകാശത്തിൽ കൂടെ പോകുന്ന ഒറ്റൊന്നാളൂ അല്ലേ? ആകാശത്തിൽ കൂടെ പോകുന്ന ഒറ്റൊന്നുള്ളൂ. അപ്പം അതിന് റൗണ്ട് കേട്ടോ. ഇത് വേണ്ട. മറ്റേ ബ്ലൂ 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 കളർ. ആകാശത്തിൽ പോകുന്നതിന് ബ്ലൂ ആവേണ്ടി. മനസ്സിലായോ? ഓ മനസ്സിലായി. ഗുഡ് ബൈ ആണ്. ഓക്കെ. ഇപ്പോൾ കണ്ടില്ലേ നമ്മൾ റോവൽ ഇതാ ഒക്കെ കറക്റ്റ് റെഡിയാക്കി ചെയ്തിട്ടുണ്ട്. ഇനി റോവലിന് ഇംഗ്ലീഷ് ഒക്കെ പഠിപ്പിച്ചെന്നില്ലേ, അതൊക്കെ ഓർമ്മ ഉണ്ടോന്നൊന്ന് കാണിച്ചു കൊടുക്കാലോ നമുക്ക്. ഇവിടെ ആമി ആക്കിയിട്ട് ഗൈസ്. ഇതൊക്കെ റോവൽ എഴുതിയതാട്ടോ ഗൈസ്. ഇനി ഇത് ബേബി ലെറ്റർ ക്യൂ എഴുതാണ്ട്. ഇതേതാ സ്പെല്ലിങ്? ഇതേതാ സ്പെല്ലിങ്? ബേബി ലെറ്റർ ആർ, മമ്മ ലെറ്റർ ആർ. ഇതേതാ? മമ്മ ലെറ്റർ ആർ, ആ ബേബി ലെറ്റർ ആർ. എവിടെ? ആ ഇനി ഇത് പറ. ഇതെന്താ? 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 എനിക്കറിയില്ല. റൈനോ. റൈനോ. എന്താ റൈനോക്ക് കൊമ്പൊക്കെ ഉണ്ട്. അപ്പൊ ആർ ഫോർ റൈനോ. ആർ ഈസ് എ റൈനോ. റൈനോ എന്നിന കൊമ്പ. ഇത് തിന്നുവാ. ഇത് തിന്നൊന്നുമില്ല. ഇത് കുത്തുയ്യോ, കൊമ്പോട്ട് കുത്തും. അങ്ങനെ ആ കുത്തു. ഇത് എന്താ അറിയാ? ഇതറിയാലോ റോവലിനെ. നമ്മളെ മൊയൽ. മൊയലിനെന്താ ഇംഗ്ലീഷ് പറയാ? റാബിറ്റ്. പിന്നെ എലി. എലിക്ക് എന്താ പറയാ? റൈറ്റ്. ഇതെന്തേലും ഞാൻ പറഞ്ഞേ? റൈനോ. എന്താ? ആ പിന്നെ റാബിറ്റ്. ഒന്നുകൂടെ പറ. ആ പിന്നെ യാമി ഇങ്ങോട്ട് വായ. യാമിയും അതിൻ്റെ ഇടയിൽ പഠിക്കാൻ വേണ്ടി പോയിച്ചു. യാമി പുസ്തകം പഠിച്ചോ? കളർ ഇത് പറഞ്ഞു തന്നിട്ട് കളർ അടിക്കാം. അപ്പോൾ ഇന്ന് ആറിന്റെ സ്പെല്ലിങ്ങിനെ കുറിച്ച് പഠിച്ചില്ലേ? ഇനി ആറൊന്ന് എഴുതു. ആ ആറ് എഴുതാൻ അറിയാൻ നോക്കട്ടെ. കളർ കൊണ്ടല്ല, പെൻസിൽ കൊണ്ട് എഴുത്. അതാ പെൻസിൽ. അതാ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ആരെഴുതി കാണിച്ചു കൊടുക്കേ. റോവല് നല്ല ഗുഡ് ബോയ്യാ. റോവൽ എഴുതി ഫസ്റ്റത്തില്. എവിടെ എഴുതാല? ഓ ഗുഡ് ബോയ്. ഇനി അടുത്ത സ്പെല്ലിങ്. ഇവിടെ എഴുതി ഗുഡ് ബോയ്. നെക്സ്റ്റ് സൂപ്പർ. ഒന്നും കൂടി വെച്ച് വെച്ചിട്ട് എല്ലാണ്ടും ഇതെല്ലാം
കൂടി അല്ലാണ്ട് അല്ലേ ഓക്കെ ടീച്ചർ പറഞ്ഞു ഗുഡ് ബോയ് അല്ലേ യാമി പഠിക്കുക മമ്മ വരച്ചേ യാമി റോവലിന്റെ കൊറേ ബുക്സ് ഒക്കെ കീറിയതാ കളർ മൂടി തുറന്നിട്ട് അടച്ചിട്ടില്ലേനു നീ അടിച്ചത് അടിച്ചതാണല്ലോ കളറ് തുറന്നിട്ടടിച്ചിട്ടില്ല ഏടെ ഇതിന്റെ ടോപ്പ് എടെ അതാ അല്ലാ യാമി ഫുള്ള് വരച്ചിട്ട് ഫുള്ള് ഇതാ ടീച്ചർ യാമി ഫുള്ളായിട്ട് വരച്ചിട്ട് നീ മുടി ഇടറ്റല്ലേ മൂടിട്ടതാണല്ലോ മുടി ഇടതിന്റെ അതാ ഇതല്ലാണ് സത്യോളെങ്ങനെയല്ലോ ബുക്ക് എടുക്കട്ടെ എന്താണ് യാമി ഇനി വേറെ എല്ലാ ഇവിടെ ഇങ്ങനെയാണ് ഗൈസ് പഠിപ്പിക്കുന്നവരെ ഒരാളെ ഇവിടെയൊക്കെ പണി ഒപ്പിച്ചിടും അപ്പൊ ഇതാ ഇവിടെ രണ്ടാൾക്കാരും മിഠായി ജെല്ലി ഇതിലൊക്കെ എന്തൊക്കെയോ ആക്കി വെച്ചിട്ടുണ്ട് യാമി മിഠായും ചാളാണ് യാമി മോളെ നന്നായിട്ടൊന്ന് എന്റെ മുട്ടായി വന്ന് നോക്ക് കേട്ടോ യാമിന്റെ ഫുള്ള് നിലത്തേക്കാ പോണെ നിലത്തേക്കാക്കിയിട്ട് യാമി ഞാൻ തരാം കണ്ട ഞാൻ തരാം ഞാൻ തരാം യാമി വാ യാമി നമ്മള് പായസം ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് പാല് വെച്ചിട്ടുണ്ട് പായസം ഇതാ റെഡി ആയിട്ടുണ്ട് നല്ല ചൂടുണ്ട് റോവല് പായസം ഭയങ്കര ഇഷ്ടാട്ടോ റോവൽ അപ്പൊ യാമി പായസം തീർന്നിട്ട് ഉമ്മാനെ വിളിച്ചതാട്ടോ യാമിക്ക് പിന്നെയും പായസം കൊടുത്തിട്ടുണ്ട് യാമി കുടിക്കാം റോവലിതാ റോവലിന് ഭയങ്കര ഇഷ്ടാ പായസം അതെന്ത് പായസമായാലും റോവലിന് ഭയങ്കര ഇഷ്ടമാണ് റോവലെ ടേസ്റ്റ് ഉണ്ടോ ചൂടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടോ റോവൽ അടിപൊളി യാമി ആ ആ ആ ആ യാമി ഇങ്ങോട്ടൊക്കെ യാമി ആ പായസം ഇഷ്ടായ ഇവിടക്കാക്കി യാമി യാമി ആ എനിക്കില്ല
ആ ആ ആ തരുന്നുണ്ട്. ആ ഓക്കെ. ആ ആ ആ